ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തോടുള്ള അതൃപ്തി പ്രകടമാക്കി യുഎസിലുടനീളം ബഹുജന പ്രതിഷേധ റാലികൾ നടന്നു. ശനിയാഴ്ച നടന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കാളികളായത്. വാഷിംഗ്ടൺ, ചിക്കാഗോ, ന്യൂയോർക്ക്, റോസ് ഐലൻഡ്, മേരിലാൻഡ്, വിസ്കോൺസിൻ, ടെന്നസി, സൗത്ത് കരോലിന, ഒഹായോ, കെൻഡക്കി, കാലിഫോർണിയ, പെൻസിൽവാനിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രതിഷേധവും നടന്നു. 50 സംസ്ഥാനങ്ങളിലായി 50 പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്ന 50-51 എന്ന സംഘം രാജ്യമെമ്പാടും 400-ലധികം റാലികൾ നടത്താനാണ് പദ്ധതിയിടുന്നത്. ജനുവരി 20-ന് ട്രംപ് സ്ഥാനാരോഹണം ചെയ്തതിനു ശേഷം സംഘം സംഘടിപ്പിക്കുന്ന 4ാമത്തെ പ്രതിഷേധ പരിപാടിയാണിത്. ഏറ്റവും പുതിയ റാലികളിൽ 11 ദശലക്ഷം ആളുകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ പ്രസിഡന്റ് ഭരണത്തിലുള്ള അതൃപ്തി ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റാൻ സംഘാടകർ ശ്രമിക്കുന്നതിനിടയിൽ ശനിയാഴ്ച അമേരിക്കയിലുടനീളമുള്ള നഗരങ്ങളിലെയും പട്ടണങ്ങളിലെയും തെരുവുകളിലേക്ക് പ്രതിഷേധക്കാർ ഒഴുകിയെത്തി. അങ്ങനെ ഈ മാസം 2ാം തവണയാണ് ഇത് സംഭവിക്കുന്നത്. ഡബ്ലിനിലും അയർലൻഡിലും പ്രതിഷേധക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് റാലികൾ സംഘടിപ്പിച്ചു. വാഷിംഗ്ടൺ നേവൽ ഒബ്സർവേറ്ററിയുടെ ഗ്രൗണ്ടിൽ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ വീടിന് പുറത്ത് റാലി നടത്തി. കൊളറാഡോയിൽ 100 കണക്കിന് പ്രതിഷേധക്കാർ കുടിയേറ്റക്കാരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. അമേരിക്കയിൽ രാജാക്കന്മാർ വേണ്ട, സ്വേച്ഛാധിപത്യത്തെ ചെറുക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ എഴുതിയ ബാനറുകളുമായാണ് പ്രകടനക്കാർ ഒത്തുകൂടിയത്. എന്തായാലും ഇതിനോടകം 400-ലധികം റാലികൾ ആസൂത്രണം ചെയ്തിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ സംഘടിപ്പിച്ചത് 50-51 എന്ന ഗ്രൂപ്പാണ്. ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തെ എതിർക്കുന്നവർ കിഴക്കൻ തീരത്ത് നിന്നും പടിഞ്ഞാറോട്ട് അണിനിരന്നു. മെയിനിലെ പോർട്ട്ലാൻഡിലും ഒർഗോണിലെ പോർട്ട്ലാൻഡിലും നടന്ന റാലികളിൽ ഉൾപ്പെടെ രാജ്യത്തെ ജനാധിപത്യ ആശയങ്ങൾക്ക് ഭീഷണിയായി അവർ കാണുന്ന കാര്യങ്ങളെ അപലപിച്ചു. എന്നാൽ 250 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ വിപ്ലവ യുദ്ധം ആരംഭിച്ചതിന്റെ സ്മരണയ്ക്കായി മസാച്യൂസെറ്റ്സിലെ കോൺകോർഡിൽ നടന്ന സ്വേച്ഛാധിപത്യത്തിനെതിരെ പോരാടാനുള്ള നമ്മുടെ ഊഴമാണിത്. കൂടാതെ ഫാസിസ്റ്റുകൾ വരുന്നു എന്നീ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ച് മാൻഹട്ടനിലെ മിഡ് ടൗൺ വഴി ഒരു വമ്പിച്ച മാർച്ച്, വൈറ്റ് ഹൌസിന് മുന്നിൽ ഒരു റാലി എന്നിവ പ്രകടനങ്ങളിൽ ഉൾപ്പെടുത്തുകയും ഉണ്ടായി. 50-51 എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ 400-ലധികം റാലികളാണ് വിവിധയിടങ്ങളിലായി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. 50 പ്രതിഷേധങ്ങൾ, 50 സംസ്ഥാനങ്ങൾ, ഒരു പ്രസ്ഥാനം എന്നിവയെ പ്രതിനിധീകരിക്കുന്നതാണ് 50-51 എന്ന പ്രസ്ഥാനം. ഏപ്രിൽ 19 ഡേ ഓഫ് ആക്ഷനായും ആചരിച്ചു. 1775-ലെ അമേരിക്കൻ വിപ്ലവ യുദ്ധകാലത്ത് നടന്ന ലെക്സിംഗ്ടൺ കോൺകോർഡ് യുദ്ധത്തിന്റെ വാർഷികത്തെ അനുസ്മരിക്കുന്നതിനായാണ് ഏപ്രിൽ 19 തെരഞ്ഞെടുത്തത്. ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തോടുള്ള അതൃപ്തി ഒരു ബഹുജന പ്രസ്ഥാനമായി മാറുകയാണെന്ന സൂചനയാണ് പ്രതിഷേധങ്ങൾ നൽകുന്നത്. 9-ന് നടന്ന ഹാൻഡ്സ് ഓഫ് റാലിക്ക് സമാനമായിരുന്നു ശനിയാഴ്ചത്തെ പ്രതിഷേധങ്ങളും. ട്രംപിന്റെ 2ാം ഭരണ കാലയളവിൽ സംഘടിപ്പിച്ച ഏറ്റവും വലിയ ഏകദിന പ്രതിഷേധമായിരുന്നു ഇത്. ഫെഡറൽ ഏജൻസികളിൽ ഡോജും നടത്തിയ കൂട്ട പിരിച്ചുവിടലുകൾ, നിയമപരമായ താമസക്കാരെ നാടുകടത്താനുള്ള ശ്രമങ്ങൾ, അമേരിക്കൻ സഖ്യകക്ഷികൾ ഉൾപ്പെടെ മിക്ക രാജ്യങ്ങൾക്കും ചുമത്തിയ പരസ്പര താരിഫുകൾ, സ്വകാര്യ സർവകലാശാലകൾക്കുള്ള ധനസഹായം മരവിപ്പിക്കൽ എന്നിവയുൾപ്പെടെ ട്രംപിന്റെ നയങ്ങൾക്കെതിരെയായിരുന്നു പ്രതിഷേധം. ഇലോൺ മസ്കിനെതിരെയും സർക്കാർ കാര്യക്ഷമതാ വകുപ്പ് നടപ്പിലാക്കിയ ചെലവ് ചുരുക്കലിനെതിരെയും പ്രകടനങ്ങൾ നടത്തണമെന്ന് 50-51 മൂവ്മെന്റ് ആഹ്വാനം ചെയ്തിരുന്നു. സർക്കാർ ഏജൻസികൾക്കും സ്ഥാപനങ്ങൾക്കും നേരെയുള്ള ട്രംപിന്റെ ആക്രമണങ്ങൾക്കെതിരെ എതിർപ്പ് രേഖപ്പെടുത്തുന്നതിനായി യുഎസിലുടനീളം 1200 പ്രകടനങ്ങൾ നടന്നു. ജനാധിപത്യം സ്വേച്ഛാധിപത്യത്തിലേക്ക് വഴുതി വീഴുന്ന പ്രവണതയെ മറികടക്കാനുള്ള വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമാകാൻ പ്രതിഷേധങ്ങൾക്ക് കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത്.